ഈ എസ്റ്റേറ്റിൽ കൊണ്ട് നടക്കുന്ന സ്വാമി 84 തൊട്ട് ഇവിടെ ജോലി ചെയ്യുന്ന മാക്സിമം ആൾക്കാരെ കൊണ്ടുവന്ന് അടിമകളായിട്ട് ഞങ്ങളെ ജോലി ചെയ്യിപ്പിച്ച് അടിമകളാക്കി ഞങ്ങളുടെ രക്തമെല്ലാം അട്ടയും ഈ സ്വാമിയും കൂടെ എല്ലാം ഊറ്റിയെടുത്തിട്ട് മാക്സിമം ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റാത്ത സാധ്യത ഉണ്ടോ അതെല്ലാം ഈ സ്വാമി ചെയ്യിപ്പിക്കുന്നുണ്ട്. കൂലി വർധനവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് കൊല്ലം അമ്പനാട് TR&T എസ്റ്റേറ്റിലെ തൊഴിലാളികൾ നിരാഹാര സമരം ആരംഭിച്ചത്. ലേബർ കമ്മീഷണറും റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണറും സമരം ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. പകരം സമരം നടത്തുന്നത് ഗുണ്ടകളാണെന്ന് ചൂണ്ടിക്കാട്ടി RJLCക്ക് കത്ത് നൽകുകയും ചെയ്തു. സമരത്തോട് ഒത്തുതീർപ്പില്ലെന്ന് വ്യക്തമാക്കാനായി മാനേജർ അനിൽ മഹാരാജ് അടക്കമുള്ളവരെ കമ്പനി അമ്പനാട് നിന്നും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. പട്ടിണി മുതലെടുത്ത് സമരം പരാജയപ്പെടുത്താനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇന്നും തീരുമാനമായില്ലെങ്കിൽ സമരത്തിന്റെ 2ാം ഘട്ടം തൊഴിലാളികൾ ആരംഭിക്കും. സ്ത്രീകൾ അവിടെ പോയി നിരാഹാരം കിടന്ന് ഇതിൻ്റെ ഒരു നല്ലൊരു തീരുമാനം ആകാതെ ഇനി പിന്നോട്ട് ഇതിൽ നിന്ന് മാറുന്ന ഒരു പ്രശ്നമേ ഇല്ല. അമ്പനാട്ടെ ലയങ്ങൾ പലതും തകർന്നു വീഴാറായതാണെന്ന് നേരത്തെ സ്ഥലത്ത് പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥ സംഘം കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലേബർ കമ്മീഷണർ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചെങ്കിലും അതിനോടും മാനേജ്മെന്റ് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മീഡിയ 1 കൊല്ലം.